ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വീഡിയോയിൽ ഓവനും ബട്ടറും ഒന്നും ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഒരു കിടിലം മുട്ട പപ്സ്, അതും ബേക്കറിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിൽ 3/4 ടീസ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നല്ലൊരു മയം കിട്ടാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് 1 മണിക്കൂർ മാറ്റി വെച്ചേക്കാം. ഫില്ലിംഗ് തയ്യാറാക്കാൻ എണ്ണ ഒഴിച്ച് കൊടുക്കാം. മുറിച്ച് വെച്ച സവാള, പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതനുസരിച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സ്വാദനുസരിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. 2 മുട്ട പുഴുങ്ങിയതാണ്, 2ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ഓവൻ. കല്ലുപ്പിൽ സ്റ്റാൻഡൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കും. ഒരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. വളരെ കനം കുറച്ച് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ കനം കുറച്ച് പരത്തിയിട്ട് എല്ലാ സൈഡും എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഈ മൈദാപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഷീറ്റ് മടക്കി കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് മടക്കി വെച്ചിട്ട് ഇതൊന്ന് വീണ്ടും റോളാക്കിയെടുക്കാം. നല്ല കനം കുറഞ്ഞ് വേണം പിന്നെയും പരത്തിയെടുക്കാൻ. എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് മൈദാപ്പൊടി തൂവി കൊടുക്കാം. പിന്നെയും മടക്കി റോളാക്കാം. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പപ്സിന് നല്ലൊരു ലെയർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. 4-5 പ്രാവശ്യം, അതിൽ കൂടുതലും ചെയ്യാം. ഇപ്പോൾ ലെയർ ഒത്തിരി വേണ്ടെന്ന് ആവശ്യമുള്ളവർക്ക് അതിൽ കൂടുതലും ചെയ്യാം. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈ സ്നാക്ക്. അപ്പോൾ ബേക്കറിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു പപ്സ് തന്നെയാണ്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ച് ഷീറ്റ് പരത്തിയെടുത്തു. എന്നിട്ട് 4 സൈഡും ഒന്ന് സ്ക്വയർ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. വേണ്ടാത്ത ഭാഗം മാറ്റി കൊടുക്കാം. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഷീറ്റിൽ ഫില്ലിംഗ് ഫില്ല് ചെയ്യാം. വേവിച്ച മുട്ട വെച്ച് എല്ലാ കോർണറും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ കോർണറിൻ്റെ ഒട്ടിക്കാനായിട്ട് ശകലം വെള്ളം തൊട്ട് പുരട്ടിയാൽ മതി, നല്ല ഒട്ടിക്കോളും. അതേപോലെ മറ്റൊരു ഷീറ്റിലും ഫില്ലിംഗ് നിറച്ച് മുട്ട വെച്ച് എല്ലാ കോർണേഴ്സും സീൽ ചെയ്യാം. ഇതേ സ്റ്റെപ്പ് തന്നെ ബാക്കിയുള്ള പപ്സ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടി ഗ്രീസ് ചെയ്തിട്ടുണ്ട്. റെഡിയാക്കി വെച്ച് പപ്സ് എല്ലാം അതിലിട്ട് കൊടുക്കാം. ഈ പാലൊന്ന് ജസ്റ്റ് ഒന്ന് അതിന് മണ്ടയ്ക്കൊന്ന് പുരട്ടി കൊടുക്കാം. കാരണം നമ്മുടെ പപ്സിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതൊന്ന് പുരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് പ്രീ ഹീറ്റഡ് ഈ ഓവനിൽ ഇത് വെച്ചൊന്ന് അടച്ച് കൊടുക്കാം. നന്നായിട്ടൊരു കുക്ക് ചെയ്യാം. 35 മുതൽ 40 മിനിറ്റ്. എനിക്ക് ഏകദേശം 40 മിനിറ്റ് എടുത്തതൊന്ന് കുക്കായി വരാൻ. അപ്പം പപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ട് ആൻഡ് ടേസ്റ്റി എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. പ്ലീസ് സപ്പോർട്ട് മീ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. നന്ദി.